വെൽക്കം ടു EduPC. ഇന്ന് മുതൽ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പവർ പ്ലേ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ എക്സ്പീരിയൻസിങ് ദ പവർ പ്ലേ ആൻഡ് ഇമ്പോസിബിൾ വെഞ്ചർ. ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആസ് ലാർജ് എ ഷീറ്റ് ആസ് യു ക്യാൻ ഫൈൻഡ്. ഫോൾഡ് ഇറ്റ് വൺസ്, ഫോൾഡ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുക, അത് ഫോൾഡ് ചെയ്യുക, വീണ്ടും വീണ്ടും ഫോൾഡ് ചെയ്യുക. ഹൗ മെനി ടൈംസ് ക്യാൻ യു ഫോൾഡ് ഇറ്റ് ഓവർ ആൻഡ് ഓവർ? ഇങ്ങനെ എത്ര തവണ നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും? എസ്തു സെയ്സ്, ഐ ഹേർഡ് ദാറ്റ് എ ഷീറ്റ് ഓഫ് പേപ്പർ ക്യാൻ ബി ഫോൾഡഡ് മോർ ദാൻ 7 times. ഒരു പേപ്പർ 7 ടൈംസിൽ കൂടുതൽ ഫോൾഡ് ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് എസ്തു പറയുന്നു. റോക്സി റിപ്ലൈസ്, വാട്ട് ഇഫ് വി യൂസ് എ തിന്നർ പേപ്പർ ലൈക്ക് എ ന്യൂസ് പേപ്പർ ഓർ എ ടിഷ്യൂ പേപ്പർ? നമ്മൾ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ പോലെയുള്ള തിക്നെസ് കുറഞ്ഞ പേപ്പർ യൂസ് ചെയ്താലോ? അപ്പോൾ നമുക്ക് കൂടുതൽ ടൈംസ് മടക്കാൻ സാധിക്കില്ലേ എന്ന് റോക്സി ചോദിക്കുന്നു. ട്രൈ ഇറ്റ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേപ്പർ ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. പല തിക്നെസ്സിലുള്ള പേപ്പർ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, സോ ഇഫ് യു ക്യാൻ ഫോൾഡ് എ പേപ്പർ 46 times, ഇറ്റ് വിൽ ബി സോ തിക്ക് ദാറ്റ് ഇറ്റ് ക്യാൻ റീച്ച് ദ മൂൺ. ഒരു പേപ്പർ 46 times ഫോൾഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇറ്റ് വിൽ ബി സോ തിക്ക് ദാറ്റ് ഇറ്റ് ക്യാൻ റീച്ച് ദ മൂൺ എന്നാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, സേ യു ക്യാൻ ഫോൾഡ് എ ഷീറ്റ് ഓഫ് പേപ്പർ ആസ് മെനി ടൈംസ് ആസ് യു വിഷ്. വാട്ട് കുഡ് ബി ഇറ്റ്സ് തിക്നെസ് ബി ആഫ്റ്റർ 30 folds? മേക്ക് എ ഗസ്. ഒരു പേപ്പർ എത്ര തവണ വേണമെങ്കിലും ഫോൾഡ് ചെയ്യാൻ സാധിക്കുമെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 30 fold കഴിയുമ്പോൾ അതിൻ്റെ തിക്നെസ് എന്തായിരിക്കും? അതുപോലെ തന്നെ 46 fold കഴിയുമ്പോൾ അതിൻ്റെ തിക്നെസ് എന്തായിരിക്കും എന്ന് നമ്മളോട് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അസ്യൂം ദാറ്റ് ദ തിക്നെസ് ഓഫ് ദ ഷീറ്റ് ഈസ് 0.001 centimeter. ഇനിഷ്യൽ തിക്നെസ് ഓഫ് ദ പേപ്പർ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക? 0.001 centimeter ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ ഓക്കെ, ദെൻ നെക്സ്റ്റ്, the following table lists the thickness after each fold. Observe that the thickness doubles after each fold. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഓരോ ഫോൾഡ് കഴിയും തോറും ആ പേപ്പറിൻ്റെ തിക്നെസ് എന്താണ് എന്ന് ഒരു ടേബിളായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇനിഷ്യൽ തിക്നെസ് എന്തായിരുന്നു? 0.001 centimeter ആയിരുന്നു. ഫസ്റ്റ് ഫോൾഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എന്തായി തിക്നെസ്? 0.002 centimeter ആയി, അതായത് ഡബിളായി അല്ലേ? അതുപോലെ സെക്കൻഡ് ഫോൾഡ് കഴിഞ്ഞപ്പോൾ 0.004 centimeter ആയി. ഈ ഫസ്റ്റ് ഫോൾഡിൻ്റെ ഡബിളായി 0.004 centimeter ആയി അല്ലേ? അതേപോലെ ഓരോ ഫോൾഡ് കഴിയും തോറും തിക്നെസ് എന്താവുന്നു? ഡബിൾ ആകുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡബിൾ ആയിട്ടാണ് ഈ ടേബിൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, ആഫ്റ്റർ 10 fold അല്ലേ? ആഫ്റ്റർ 10 fold ദ തിക്നെസ് ഈസ് ജസ്റ്റ് അബവ് 1 centimeter. തിക്നെസ് എത്രയായി? 1.024 centimeter ആയി. 1 centimeterനേക്കാളും കൂടുതലായി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അപ്രോക്സിമേറ്റ് എന്ന സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇത് സിമ്പിൾ റെപ്രസെൻറ്റ് അപ്രോക്സിമേറ്റ്, അതായത് നോട്ട് എക്സാക്ട് ഈക്വൽ അല്ല, ഏകദേശം ഈക്വൽ ആണ് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് അപ്രോക്സിമേറ്റ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ 17 folds the thickness is about 131 centimeter, a little more than 4 feet. 17 fold കഴിയുമ്പോൾ എന്തായി? അത് 131 centimeter ആയി, അതായത് 4 feetനേക്കാളും കുറച്ച് കൂടുതൽ. ഓക്കെ, അപ്പോൾ 1 foot എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30.48 centimeter ആണ്. അങ്ങനെയാണെങ്കിൽ ഫൂട്ടിൻ്റെ പ്ലൂറലാണ് ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 4 feet എന്ന് പറയുന്നത് എത്രയാണ്? 4 × 30.48 which is equal to 121.92 centimeter. അതായത് നമ്മുടെ എത്രയാണ്? 17 fold. ആഫ്റ്റർ 17 fold തിക്നെസ് ഈസ് 131 centimeter. ഓക്കെ, 4 feet എന്ന് പറയുന്നത് എത്രയാണ്? 121.92 centimeter. അപ്പോൾ 17 fold കഴിയുമ്പോൾ തിക്നെസ് എത്രയാണ്? 4 feetനേക്കാളും കുറച്ച് കൂടുതലാണ് കിട്ടുന്നത്. ക്ലിയർ? ഓക്കെ, നൗ വാട്ട് ഡു യു തിങ്ക് ദ തിക്നെസ് വുഡ് ബി ആഫ്റ്റർ 30 folds, 45 folds? അപ്പോൾ 30 fold കഴിയുമ്പോഴും 45 fold കഴിയുമ്പോഴും ഒക്കെ ഇതിൻ്റെ തിക്നെസ് എന്തായിരിക്കുമെന്ന് ഗസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഈ ടേബിളിൽ ഞാനിവിടെ ഓൾറെഡി ടേബിൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ആഫ്റ്റർ 26 folds 26 fold കഴിയുമ്പോൾ തിക്നെസ് എന്താവുന്നു?
670, അപ്രോക്സിമേറ്റ്ലി 670 മീറ്റർ ആകുന്നു. ഏകദേശം ഒരു 670 മീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ബുർജ് ഖലീഫ ഇൻ ദുബായ്, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് ഈസ് 830 മീറ്റർ ടോൾ. അപ്പോൾ നമ്മുടെ ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫയുടെ ഹൈറ്റ് എത്രയാണ്? 830 മീറ്റർ ആണ്. 26 ഫോൾഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പേപ്പറിൻ്റെ തിക്നെസ് എത്രയായി? 670 മീറ്റർ ആയി. അതായത് ഏകദേശം എന്താണ്? ബുർജ് ഖലീഫയുടെ ഹൈറ്റിനോട് എത്താറായി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നോക്കാം. 27 ഫോൾഡ്, 28 ഫോൾഡ്, 29, 30. വീണ്ടും നമ്മൾ ഫോൾഡ് ഓരോ തവണ ഡബിൾ ചെയ്ത് എഴുതാം. ആഫ്റ്റർ 30 folds, the thickness of the paper is about 10.7 kilometer. ഓക്കെ, 30 ഫോൾഡ് കഴിയുമ്പോൾ അതിൻ്റെ എത്രയായി തിക്നെസ്? 10.7 കിലോമീറ്റർ ആയി. 10.7 കിലോമീറ്റർ എന്ന് പറയുന്നത് ഈസ് എ ടിപ്പിക്കൽ ഹൈറ്റ് അറ്റ് വിച്ച് പ്ലെയിൻസ് ഫ്ലൈ ചെയ്യുന്ന ടിപ്പിക്കൽ ഹൈറ്റ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം എത്ര ഹൈറ്റിലാണ് 30 ഫോൾഡ് കഴിയുമ്പോൾ തിക്നെസ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഡിസ്കവേർഡ് ഇൻ ദ ഓഷ്യൻസ് ഇൻ ദ മറിയാന ട്രെഞ്ച് വിത്ത് എ ഡെപ്ത് ഓഫ് 11 കിലോമീറ്റർ. അപ്പോൾ ഏറ്റവും ഡെപ്ത് കൂടിയ പോർഷൻ എന്ന് പറയുന്ന മറിയാന ട്രെഞ്ചിലെ ഡെപ്ത് കൂടിയ പോർഷൻ എന്ന് പറയുന്നത് 11 കിലോമീറ്റർ ആണ്. അപ്പോഴും നമുക്ക് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നോക്കാം എത്ര ഡെപ്ത് ആണ് അല്ലേ? എത്ര 30 ഫോൾഡ് കഴിയുമ്പോൾ അതിൻ്റെ തിക്നെസ് എന്താണ്, അത് എത്രമാത്രം വലുതാണ് എന്നുള്ളത് അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. 31, 32, 33 അങ്ങനെ 46 ഫോൾഡ് വരെ നമ്മൾ ഇതുപോലെ ഡബിൾ ചെയ്ത് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ 46 ഫോൾഡ് നോക്കിക്കേ. 46 ഫോൾഡ് കഴിയുമ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്തായി? ഇറ്റ്സ് ഓൾമോസ്റ്റ് മോർ ദാൻ എന്താണ്? ഇറ്റ്സ് മോർ ദാൻ 7 lakh കിലോമീറ്റർ ആയി അല്ലേ? 7 lakh കിലോമീറ്റർ ആയി. കറക്റ്റ് അല്ലേ? അപ്പോൾ 46 ഫോൾഡ് കഴിയുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ തിക്നെസ് എന്തായി? It's hard to digest the fact that after 46 folds the thickness is more than 7 lakh kilometer. ഓക്കെ, അപ്പോൾ ഓരോ തവണ ഫോൾഡ് ചെയ്യുമ്പോഴും വാല്യൂ എന്ത്? ഡബിൾ ആകുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് ഓരോ തവണയും ഒരു കോമൺ ഫാക്ടർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രോത്ത് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. Okay, let us analyze the growth. We have seen that the thickness doubles after every fold. ഓരോ ഫോൾഡ് കഴിയുന്തോറും തിക്നെസ് ഡബിൾ ആകുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അല്ലേ? നോട്ടീസ് ദ ചേഞ്ച് ഇൻ തിക്നെസ് ആഫ്റ്റർ 2 ഫോൾഡ്. ഓക്കെ, ഫസ്റ്റ് ഫോൾഡ് ഇനിഷ്യൽ എന്തായിരുന്നു തിക്നെസ്? 0.001 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഫസ്റ്റ് ഫോൾഡ് കഴിയുമ്പോൾ എന്താവുന്നു? 0.002 സെൻറ്റിമീറ്റർ ആകുന്നു. സെക്കൻഡ് ഫോൾഡ് കഴിയുമ്പോൾ 0.004 സെൻറ്റിമീറ്റർ ആകുന്നു. അപ്പോൾ ഇനിഷ്യലിനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഫോൾഡ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഇൻക്രീസ്? ഹൗ മച്ച് ഡസ് ഇറ്റ് ഇൻക്രീസ്? ഇറ്റ്സ് ഇൻക്രീസസ് ബൈ 4 times അല്ലേ? 4 times ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് കാണാം. ആഫ്റ്റർ എനി 3 folds the thickness increases 8 times. 2 into 2 into 2. Check if it is true. Similarly, from any point the thickness after 10 folds increases by 1024 times. 2 multiplied by itself 10 times. അപ്പോൾ ഇവിടെ താഴെ നമുക്ക് ഓരോ ഏത് പോയിന്റ് എടുത്താലും നെക്സ്റ്റ് തിക്നെസ് ആഫ്റ്റർ 10 folds, ഓരോ 10 ഫോൾഡ് കഴിയുന്തോറും അതിൻ്റെ തിക്നെസ് എത്ര ഇൻക്രീസ് ചെയ്യുന്നു? 1024 times ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ 0 to 10 വരെയുള്ള ഫോൾഡ് നമ്മൾ നോക്കുന്നു. ഇനിഷ്യൽ എത്രയാണ്? 0, അതായത് ഇനിഷ്യൽ തിക്നെസ് എന്ന് പറയുന്നത് 0.001 ആണ്. 10th ഫോൾഡ് കഴിയുമ്പോഴുള്ള തിക്നെസ് 1.024 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഫൈനൽ തിക്നെസ് ടു ഇനിഷ്യൽ തിക്നെസ് റേഷ്യോ എടുക്കുകയാണെങ്കിൽ വാല്യൂ എന്താണ്? 1024 ആണ് എന്ന് നമുക്ക് കിട്ടുന്നു. സോ നെക്സ്റ്റ് നമ്മൾ 10 ഫോൾഡ് ടു 20 ഫോൾഡ്, അഗെയിൻ ഒരു 10 ഫോൾഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ 10 ഫോൾഡിൻ്റേത് 1.2024 സെൻറ്റിമീറ്റർ ആണ്. 20 ഫോൾഡ് കഴിയുമ്പോൾ 10.425 മീറ്റർ ആണ്. അഗെയിൻ വി ആർ ടേക്കിംഗ് ദ റേഷ്യോ. നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് 1024 കിട്ടുന്നു. സോ ദ തിക്നെസ് ആഫ്റ്റർ 10 folds ഇൻക്രീസസ് ബൈ 1024 times ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? ഓക്കെ, അടുത്തത് എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ആൻഡ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇവിടെ ഇനിഷ്യൽ തിക്നെസ് ഓഫ് ദ പേപ്പർ എന്താണ്? 0.001 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഓക്കെ, ആഫ്റ്റർ ഫസ്റ്റ് ഫോൾഡ് കഴിയുമ്പോൾ തിക്നെസ് എന്താവുന്നു? 2 into 0.001 സെൻറ്റിമീറ്റർ അല്ലേ? അതായത് 0.002 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം.
സെക്കൻഡ് ഫോൾഡ് കഴിയുമ്പോഴോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, എഗെയിൻ 1 more ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. 0.001 സെൻറ്റിമീറ്റർ. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഷോർട്ടായിട്ട് എഴുതാം, 2⁻² എന്ന് എഴുതാം. 2 2 തവണ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇൻറ്റു 0.001 സെൻറ്റിമീറ്റർ, അതായത് 0.004 സെൻറ്റിമീറ്റർ എന്ന ആൻസർ കിട്ടുന്നു. കറക്റ്റ് അല്ലേ? ഓക്കെ, ആഫ്റ്റർ 3 ഫോൾഡ് എന്ന് പറഞ്ഞാൽ 3 ടൈംസ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 2 × 2 × 2 ഇൻറ്റു 0.001 സെൻറ്റിമീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 2⁻³ എന്ന് എഴുതാം അല്ലേ. ദിസ് വൺ ഇൻറ്റു 0.001 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ തവണ മൾട്ടിപ്ലൈ ചെയ്യുന്തോറും ആൻസർ എന്താവുന്നു? 2⁻³ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദ ആൻസർ വിൽ ബിക്കം 0.008 അല്ലേ. 2⁻⁴ 4 ടൈംസ് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 2⁻⁴ ഇൻറ്റു 0.001 ആൻസർ ഈസ് 0.016 സെൻറ്റിമീറ്റർ. 7 ടൈംസ് ഫോൾഡ് ചെയ്യുകയാണെങ്കിലോ 2⁻7 അല്ലേ. 2 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ ഇനിഷ്യൽ തിക്നെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരുന്നു? 0.0128 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ വി ഹാവ് സീൻ ദാറ്റ് സ്ക്വയർ നമ്പേഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് n² ആൻഡ് ക്യൂബ് നമ്പേഴ്സ് ആസ് n³ ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ. n² എന്ന് പറയുന്നത് എന്താണ്? n × n ആണ് n². n × n ആണ് n³ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ n × n n². എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്തത്? n² അല്ലെങ്കിൽ n⁻²² എന്ന് വായിച്ചു അല്ലേ. അതുപോലെ n³ n × n എന്ന് പറയുന്നത് n³ ആണ്. റീഡ് ആസ് n³ അല്ലെങ്കിൽ n⁻³ എന്ന് റീഡ് ചെയ്യാം. ഇനി 4 ടൈംസ് ആണെങ്കിലോ n⁻⁴ n⁻⁴ അല്ലെങ്കിൽ ദ 4th പവർ ഓഫ് n എന്ന് നമുക്ക് പറയാം. ഓക്കെ, n 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n⁻⁷ എന്ന് എഴുതാം. റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? n⁻⁷ അല്ലെങ്കിൽ 7th പവർ ഓഫ് n എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതുപോലെ ഇൻ ജനറൽ വി റൈറ്റ് n⁻A ടു ഡിനോട്ട് n മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ് a ടൈംസ്. n⁻A എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്താണ്? n a ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഇവിടെ 5⁴ എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്താണ്? 5 4 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 × 5 × 5 × 5 അപ്പോൾ 625 നമുക്ക് ആൻസർ കിട്ടുന്നു. ഇതിൽ 5⁴ ഈസ് ദ എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് 625 എന്ന് പറയാം. 5⁴ എന്താണ്? 625ൻ്റെ എക്സ്പോണൻഷ്യൽ ഫോമാണ് 5⁴ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 5⁴ എന്ന് പറയുന്ന ഈ ഒരു പവറിന് ഇതിനെ പവർ എന്നോ അല്ലെങ്കിൽ എക്സ്പോണൻ്റ് എന്നോ നമുക്ക് വിളിക്കാം. ഓക്കെ, ഇതിനെന്താണ് പറയുക? എക്സ്പോണൻ്റ്. ഓക്കെ, എക്സ്പോണൻ്റ് അല്ലെങ്കിൽ പവർ എന്ന് പറയാം. എക്സ്പോണൻ്റ് ഓർ പവർ എന്നാണ് നമ്മളിത് റെപ്രസെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ഈ നമ്പറിനെ എന്താണ്? 5നെ നമ്മൾ പറയുന്നത് ബേസ് എന്നാണ്. 5 ബേസ് ആണ്, 4 എക്സ്പോണൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ദെൻ എക്സ്പോണൻ്റ് ഓഫ് ദ ഫോം 5⁻n എന്ന് പറയുന്ന എക്സ്പോണൻസിനെ നമുക്ക് 5ൻ്റെ പവേഴ്സ് എന്ന് പറയാം. അതായത് 5⁻1 5⁻2 5⁻3 5⁻4 ഇങ്ങനെ എഴുതുന്നതാണ് 5ൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ there it means that after every 10 folds the thickness increased by 1024 times. അതായത് 2 10 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 2⁻10 എന്ന് പറയുന്നത് 1024 ആണ്. ഓക്കെ, സോ ഇറ്റ് മീൻസ് ദാറ്റ് ആഫ്റ്റർ എവറി 10 folds the thickness increased 1024 ടൈംസ്. ഓക്കെ, ഇനി 5⁻4 എന്ന് പറയുന്നതിനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിൽ റീഡ് ചെയ്യാം. ഫസ്റ്റ് 5⁻⁴ എന്ന് പറയാം, അല്ലെങ്കിൽ 5⁴ എന്ന് പറയാം, അല്ലെങ്കിൽ 5⁴ എന്ന് പറയാം, ദെൻ 4th പവർ ഓഫ് 5 എങ്ങനെ വേണമെങ്കിലും നമുക്കത് റീഡ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? ഓക്കെ, ദെൻ അടുത്തത് വിച്ച് എക്സ്പ്രഷൻ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വിച്ച് എക്സ്പ്രഷൻ ഡിസ്ക്രൈബ്സ് ദ തിക്നെസ് ഓഫ് ദ ഷീറ്റ് ഓഫ് പേപ്പർ ആഫ്റ്റർ ഇറ്റ് ഈസ് ഫോൾഡഡ് 10 ടൈംസ്? ദ ഇനിഷ്യൽ തിക്നെസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലെറ്റർ V. ഓക്കെ,
അപ്പോൾ ഇവിടെ ഇനിഷ്യൽ തിക്നെസ് എന്താണ്? വി ആണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫോൾഡ് കഴിയുമ്പോൾ എന്തായിരിക്കും? 2 ഇൻറ്റു ഇനിഷ്യൽ തിക്നെസ് ആയിരിക്കും അല്ലേ? സെക്കൻഡ് ഫോൾഡ് കഴിയുമ്പോൾ 2⁻² ഇൻറ്റു ഇനിഷ്യൽ തിക്നെസ് ആണ്. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 10 ഫോൾഡ് കഴിയുമ്പോൾ എന്തായിരിക്കും? 2⁻10 ഇൻറ്റു ഇനിഷ്യൽ തിക്നെസ് ആയിരിക്കും. ഓക്കെ, സോ ഏതാണ് ആൻസർ വരിക? 2⁻10 ഇൻറ്റു ഇനിഷ്യൽ തിക്നെസ്. ക്ലിയർ ആണോ? ഓക്കെ. സം മോർ എക്സാമ്പിൾസ് ഓഫ് എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ഈസ് ഗിവൺ. സോ 4 ഇൻറ്റു 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് എന്താണ്? 4⁻3, അതായത് 64 ആണ്. ഓക്കെ, അതുപോലെ -4 ഇൻറ്റു -4 ഇൻറ്റു -4. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ നെഗറ്റീവ് നമ്പർ, ഇവിടെ നെഗറ്റീവ് നമ്പറിൻ്റെ ക്യൂബ്, അതായത് എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓഡ് നമ്പറാണ്. എക്സ്പോണൻ്റ് ഓഡ് നമ്പർ ആണെങ്കിൽ വാല്യൂ എന്തായിരിക്കും? വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. എക്സ്പോണൻ്റ് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എന്താണ്? ദിസ് ഈസ് -64. സോ വാല്യൂ നെഗറ്റീവ് ആണ്. ഇവിടെ എക്സ്പോണൻ്റ് ഒരു ഓഡ് നമ്പർ ആണ്, അതുകൊണ്ട് വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? ദെൻ -1⁻2 എന്ന് പറയുന്നത് എന്താണ്? -1 ഇൻറ്റു -1 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? എക്സ്പോണൻ്റ് ഒരു ഈവൻ നമ്പർ ആണ്. എക്സ്പോണൻ്റ് ഈവൻ നമ്പർ ആണെങ്കിൽ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ? ദെൻ സിമിലർലി a ഇൻറ്റു a ഇൻറ്റു a, b ഇൻറ്റു b, ഇതെങ്ങനെ എഴുതാം? a 3 ടൈംസ് ഉണ്ട്, അപ്പോൾ നമുക്ക് a⁻3 എന്ന് എഴുതാം. b 2 ടൈംസ് ഉണ്ട്, സോ b⁻2 എന്ന് എഴുതാം. ക്ലിയർ? അതുപോലെ a ഇൻറ്റു a ഇൻറ്റു b ഇൻറ്റു b ഇൻറ്റു b ഇൻറ്റു b, ഇതെങ്ങനെ എഴുതണം? a 2 ടൈംസ്, b 4 ടൈംസ്, സോ a⁻2 b⁻4. ക്ലിയർ? Then express the number 32400 as a product of its prime factors. Prime factors in the product ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ 32400യുടെ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്ര 2 ഉണ്ട്? സോ ഹൗ മെനി 2s ആർ ഹിയർ? 1 2 3 4 2s ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് 2⁻4 എന്ന് എഴുതാം. എത്ര 5 ഉണ്ട്? 2 5s ഉണ്ട്. സോ 2⁻4 ഇൻറ്റു 5⁻2 ഇൻറ്റു ദെൻ 1 2 3 4 3s ഉണ്ട്. 3⁻4 എന്ന് എഴുതാം. ഇതാണ് എന്ത്? 32400നെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇൻ ദ എക്സ്പോണൻഷ്യൽ ഫോം. ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് -1 the whole raised to 5? ഈസ് ഇറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? വാട്ട് അബൌട്ട് -1 the whole raised to 56? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ തന്നിരിക്കുന്ന നമ്പറിൻ്റെ, നെഗറ്റീവ് നമ്പറിൻ്റെ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ് എങ്കിൽ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് -1⁻5 എന്ന് പറയുന്നത് ഓൾവേസ് -1 ആയിരിക്കും. ക്ലിയർ? അതുപോലെ -1⁻2 ഇവിടെ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് 56 ആണ്. അതൊരു ഈവൻ നമ്പർ ആണ് അല്ലേ? ഈവൻ നമ്പർ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? +1 ആയിരിക്കും. ക്ലിയർ? ദെൻ -2⁻4 ഈസ് 16. വെരിഫൈ. ഓക്കെ, അപ്പോൾ എന്താണ്? -2 ഇൻറ്റു -2 ഇൻറ്റു -2. അപ്പോൾ 4 ടൈംസ് നമ്മൾ നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കും? ആൻസർ ഈസ് പോസിറ്റീവ്. ക്ലിയർ? ഓക്കെ, സോ വാട്ട് ഈസ് 0⁻2? 0⁻5. ഓക്കെ, എനി നമ്പർ റൈസ് ടു എന്താണ്? 0⁻2 എന്താണ്? ഇറ്റ്സ് 0 ഇറ്റ്സെൽഫ്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ എക്സ്പ്രസ്, ഫിഗർ ഇറ്റ് ഔട്ട്. എക്സ്പ്രസ് ദ ഫോളോവിങ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. സോ 6 ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6, ഇത് നമ്മൾ എങ്ങനെ എഴുതാം? 6⁻4 എന്ന് എഴുതാം അല്ലേ? b ഇൻറ്റു b ഇൻറ്റു b ഇൻറ്റു b, b⁻4. 2 ഇൻറ്റു 2 ഇൻറ്റു a ഇൻറ്റു a, അപ്പോൾ 2⁻2 ഇൻറ്റു a⁻2. ദെൻ y ഇൻറ്റു y എന്ന് പറയുന്നത് y⁻2 എന്ന് എഴുതാം. 5 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 7, 5⁻2 ഇൻറ്റു 7⁻3 എന്ന് എഴുതാം അല്ലേ? a ഇൻറ്റു a ഇൻറ്റു a, c ഇൻറ്റു c ഇൻറ്റു c ഇൻറ്റു c, d 1 ടൈം. a 3 ടൈംസ് ഉണ്ട്, സോ a⁻3 ഇൻറ്റു c⁻3
സി റേസ് ടു 4 സി 4 ടൈംസ് അല്ലേ 1 2 3 4 ടൈംസ് ഇൻറ്റു ഡി റേസ് ടു 1 ടൈം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതുവരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോർഷനിലായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.